ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം സമയബന്ധിതമാക്കുന്നതിനുള്ള പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ 45ാമത് പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. നഗരഗതാഗതവുമായി ബന്ധപ്പെട്ട 6 മെട്രോ പദ്ധതികൾ ഉൾപ്പെടെ 8 പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായുള്ള ഈ പദ്ധതികളുടെ ചെലവ് 1 ലക്ഷം കോടി രൂപയിലധികമാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ കശ്മീർ സന്ദർശിക്കും. ജമ്മുവിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി സർവകലാശാലയിൽ 10ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രവും ഭൈറോൺ ബാബ മന്ദിറും ശ്രീ ജഗദീപ് ധൻകർ സന്ദർശിക്കും. 58 ലക്ഷം സ്വാമിത്വ ഭൂവുടമ കാർഡുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്കാണ് കാർഡുകൾ നൽകുന്നത്. ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ചടങ്ങിൽ സംവദിക്കും. മലയാളത്തിന്റെ പ്രിയ MT ഇനി ദീപ്തസ്മരണ. സംസ്കാര ചടങ്ങുകൾ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. അക്ഷരങ്ങളുടെ കുലപതിക്ക് സാഹിത്യനഗരുടെ യാത്രാമൊഴി. MTയുടെ മൃതദേഹം വഹിച്ച വിലാപയാത്രക്കൊടുവിൽ കോഴിക്കോട് മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന് പേരിട്ട ശ്മശാനത്തിൽ മലയാളത്തിന്റെ മഹാപ്രതിഭയ്ക്ക് നിത്യനിദ്ര. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. വൈകിട്ട് കൊട്ടാര റോഡിലെ സിത്താറിൽ നിന്ന് ആംബുലൻസിൽ പുറപ്പെട്ട ഭൗതികദേഹം നടക്കാവ് ബാങ്ക് റോഡ് KSRTC വഴി സ്മൃതിപഥത്തിൽ എത്തിച്ചേർന്നപ്പോൾ സമയം 4:45. കാത്തിരുന്ന നൂറുകണക്കിന് പേരുടെ മൗനവിലാപങ്ങൾക്കിടയിൽ സ്മൃതിപഥത്തിന്റെ മുറ്റത്ത് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് ഭൗതിക ശരീരം ഉള്ളിലേക്കെടുത്തു. അന്ത്യകർമ്മങ്ങൾക്ക് MTയുടെ മൂത്ത സഹോദരൻ പരേതനായ ഗോവിന്ദൻകുട്ടി മകൻ T സതീശൻ നേതൃത്വം നൽകി. അടുത്ത ബന്ധുക്കളായ MT രാജീവ്, MT രാമകൃഷ്ണൻ, മോഹനൻ നായർ, ദീപു മോഹൻ എന്നിവരും മകൾ അശ്വതിയും മൃതദേഹത്തെ വലം വെച്ചു. കർമ്മങ്ങൾക്ക് ശേഷം കൃത്യം 5:23 MT വാസുദേവൻ നായർ എന്ന സാഹിത്യ കുലപതിയെ തീനാളങ്ങൾ ഏറ്റുവാങ്ങി. മന്ത്രിമാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. MTയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഈ വർഷം മാത്രം 23 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കമ്മീഷൻ നോട്ടീസ് നൽകി. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് സ്പെഷ്യൽ ഓഫീസറായി മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ JO അരുണിന് അധിക ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവായി. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ കാലതാമസം കൂടാതെ നടപ്പാക്കാനാണ് നിയമനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 64.64 കോടി വോട്ടുകൾ രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 65.78% വോട്ടെടുപ്പിലെ സ്ത്രീ പങ്കാളിത്തം. 2022ലെയും 2023ലെയും UPSC പരീക്ഷാ ഫലത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരസ്യപ്പെടുത്തിയതിന് 3 പരിശീലന സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. 2 സ്ഥാപനങ്ങൾക്ക് 7 ലക്ഷം രൂപ വീതവും മറ്റൊരു സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയുമാണ് പിഴ ചുമത്തിയത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉടൻ പിൻവലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് നെഗറ്റീവായിട്ടും കോവിഡ് ചികിത്സ നടത്തിയതിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മലപ്പുറം ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. ഡോക്ടർക്കും എറണാകുളത്തെ ആശുപത്രിക്കുമെതിരെയാണ് കമ്മീഷന്റെ വിധി. ടെസ്റ്റ് ഫലം നെഗറ്റീവായിരുന്നുവെങ്കിലും രോഗിയായ പരാതിക്കാരിയെ ഈ വിവരം അറിയിച്ചിരുന്നില്ല. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ 3ാം ഘട്ടം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കേരളത്തിൽ നിന്നുള്ള 250 പേരാണ് 3ാം ഘട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുക. വിജയികൾ ജനുവരി 11, 12 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കും. ബെലഗാവിയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തന സമിതിയുടെ ഭാഗമായി കർണാടക കോൺഗ്രസ് സമൂഹ മാധ്യമത്തിൽ ഇന്ത്യയുടെ വികലമായ ഭൂപടം പങ്കുവച്ചതായി BJP ആരോപിച്ചു. മുൻകാലങ്ങളിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തിയുമായി കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണെന്നും BJP വക്താവ് സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി. AAP കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ നടത്തിയ പരാമർശത്തെ പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് തള്ളി. പരാമർശം നടത്തിയ അജയ് മാക്കനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ ആരോപണങ്ങളെ കോൺഗ്രസ് തള്ളി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തെലങ്കാന സർക്കാർ ഒരു മന്ത്രിസഭാ സബ് കമ്മിറ്റി കൂടി രൂപീകരിച്ചു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ സിനിമാ പ്രവർത്തകരുമായി ഇന്ന് ഹൈദരാബാദിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.